ഏതെങ്കിലും സംഘടനാ നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കയറി നിരങ്ങുകയാണ്. പ്ലീഡർ നിയമനം മുതൽ ഓരോ നിയമനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഒരു BJP ഗവൺമെൻറ് ആണെങ്കിൽ കേരളത്തിൽ എന്തൊക്കെയാണോ ചെയ്യുക അതൊക്കെ ചെയ്യുന്നു. അല്ല, ആ സന്ദർശനത്തെ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ ഈ 50 ദിവസം 50 days ഓഫ് UDF ഗവൺമെൻറ് പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും UDF നിലപാട്, VD സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിലപാട്. കേരളത്തിൻ്റെ പ്രത്യേകത, കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, മതസാഹോദര്യം കാത്ത് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മതരാഷ്ട്രവാദങ്ങൾക്ക് എതിരാണ്. അങ്ങനെയുള്ള ജനവിഭാഗങ്ങളിൽ UDF ഉണ്ട്, LDF ഉണ്ട്, നിഷ്പക്ഷരുണ്ട്. തുടർച്ചയായി LDF ഗവൺമെൻറ് BJPയുമായി സന്ധി ചെയ്യുന്നു എന്നുള്ള പ്രചരണം ഈ നിഷ്പക്ഷരായ മതനിരപേക്ഷ വോട്ടർമാരിൽ UDFന് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ ഈ 50 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് മതനിരപേക്ഷ വോട്ടർമാർ തിരിച്ചറിഞ്ഞു. മതനിരപേക്ഷ മനസ്സുകളെ VD സതീശനും UDFും വഞ്ചിച്ചിരിക്കുകയാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനമാണ് അങ്ങ് പറഞ്ഞ ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഏതെങ്കിലും സംഘടനാ നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കയറി നിരങ്ങുകയാണ്. പ്ലീഡർ നിയമനം മുതൽ ഓരോ നിയമനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഒരു BJP ഗവൺമെൻറ് ആണെങ്കിൽ കേരളത്തിൽ എന്തൊക്കെയാണോ ചെയ്യുക അതൊക്കെ ചെയ്യുന്നു. ബഡ്ജറ്റിൽ എവിടെയും കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് നൽകാത്തതിന്, കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് നൽകാത്തതിന് വിമർശനമില്ല. ഓരോ വിഷയം എടുത്ത് പരിശോധിച്ചാൽ BJPക്കെതിരെ ശബ്ദിക്കാൻ ശ്രീ VD സതീശൻ എന്തൊരു മടിയുള്ളത് പോലെയാണ്. ഇത് കാര്യങ്ങൾ വ്യക്തമാണ്. BJP ഗവൺമെൻറ് കേരളം ഭരിക്കുകയാണെങ്കിൽ എങ്ങനെയാണോ അതിന് സമാനമായ നിയമനങ്ങളും നീക്കങ്ങളുമായി ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് 50 ദിവസത്തെ ഭരണാനുഭവമാണ്. 50 ദിവസത്തിനുള്ളിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സുകളെ വഞ്ചിച്ചിരിക്കുകയാണ് ശ്രീ VD സതീശൻ ഗവൺമെൻറ്.